ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻട്രീഡം. ബാങ്ക് നിഫ്റ്റിയിലും അതിൻ്റെ ഓപ്ഷൻസിലും ഈസി ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓപ്ഷൻസിൽ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യാം, അതേപോലെ ഒരു എൻട്രി എക്സിറ്റ്, അതേപോലെ റിവേഴ്സിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും, ഏത് മാർക്കറ്റിലാണ് കറക്റ്റ് പോയിന്റിൽ എക്സിറ്റ് ചെയ്യാനുള്ള ലെവൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയൊക്കെ നമ്മൾ സോഫ്റ്റ്വെയറിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ബിഗിനേഴ്സിന് നമുക്ക് പോലും മനസ്സിലാവുന്ന സ്ട്രാറ്റജിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഫേക്ക് റിവേഴ്സിലൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തൊരു ഫേക്ക് ആയിട്ടുള്ള നമുക്ക് പോകുന്ന റിവേഴ്സ് പോകുന്ന മാർക്കറ്റ് നമുക്ക് ആക്ച്വലി ഒരു ഒരു ലോസ് ഒഴിവാക്കാൻ സാധിക്കും. ഒരു കറക്റ്റ് നമുക്ക് കൺസിസ്റ്റന്റ് പ്രോഫിറ്റിലേക്ക് എത്താനും നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം സ്ട്രാറ്റജി ലൈവിൽ കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിൽ 13 ജൂലൈ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ബൈ ട്രേഡ് ആണ്. രാവിലെ തന്നെ മാർക്കറ്റ് സിഗ്നൽസ് വന്ന് ബ്രേക്ക് ചെയ്തപ്പം 51,640 ബ്രേക്ക് പോയത് 948 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ല റിട്ടേൺസ് നമുക്ക് ആ ട്രേഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് മാർക്കറ്റ് റിവേഴ്സ് പോകാൻ നോക്കിയെങ്കിൽ സോഫ്റ്റ്വെയർ അവിടെ സെല്ല് കൺഫേം ആയി തന്നിട്ടില്ല. സെല്ല് വന്നിട്ടുണ്ടെങ്കിലും കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. തിരിച്ചു മാർക്കറ്റ് കയറി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സോഫ്റ്റ്വെയർ പറഞ്ഞു അവിടെ നിന്ന് സെൽ ട്രേഡ് ഇല്ല, കൺഫർമേഷൻ ഇല്ല, എടുക്കരുത്. ഓക്കെ. അപ്പോൾ അതേപോലെ സെല്ല് വന്ന സമയത്തുള്ള ടൈമിങ്ങും അതേപോലെ എൻട്രി പോയിന്റ് ടാർഗറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിഗ്നൽസ് കൺഫേം ആണ് മാത്രം എടുത്ത് വെച്ചാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കണം. ഇപ്പോൾ രാവിലെ വന്ന ബൈ കൺഫേംഡ് ആയിരുന്നു. കാരണം രാവിലെ വന്ന ബൈ ക്യാൻഡിൽ കളറും ഗ്രീൻ ആയിരുന്നു. താഴെയും ഗ്രീൻ വന്ന ബൈ സോൺ വന്നതിന് ശേഷമാണ് വന്നിരുന്നത്. അത് നേരെ മാർക്കറ്റിൽ നല്ല ഹൈക്ക് നമുക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ആ സമയത്ത് നമുക്ക് എടുത്ത ഓപ്ഷനാണ് 51,400 കോൾ ഓപ്ഷൻ. അപ്പോൾ അവിടുന്ന് സിഗ്നൽ സോഫ്റ്റ്വെയർ ബൈ തന്ന പോർഷനിൽ നിന്ന് നമുക്ക് മാർക്കറ്റ് നല്ല റിട്ടേൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സിഗ്നൽസ് ആക്ച്വലി തന്നിരിക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് എടുക്കേണ്ട ആയില്ല, അതിന് മുമ്പേ നമുക്ക് ബൈ പോയിട്ടുണ്ട്. കാരണം ബാങ്ക് നിഫ്റ്റിയിൽ അവിടെ ഒരു ബൈ തന്ന സ്ഥിതിക്ക് നമുക്ക് അവിടെ നിന്ന് എടുക്കുന്നത്. ഇൻ കേസ് നമ്മൾ അവിടെ നിന്ന് എടുത്തില്ലെങ്കിൽ തിരിച്ച് ഇവിടുന്ന് ഈ 407 പിന്നെയും മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് 615 വരെ പോയിട്ടുണ്ട്. ആ നല്ലൊരു ഹൈക്കാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് ട്രെൻഡിലും തിരിഞ്ഞ് മാർക്കറ്റ് കറക്റ്റായിട്ട് ആ ബ്രേക്ക് ഔട്ട് പിടിച്ചിട്ടുകൊണ്ട് അവിടെ നിന്ന് നേരെ ഹൈക്ക് പോയിട്ടുമുണ്ട് മാർക്കറ്റ്. ഓക്കെ. ഇപ്പോഴും പക്ഷേ ആ പോർഷൻ കണ്ടിന്യൂ ആണ്. ഇടയ്ക്ക് ഒരു ഡൗൺഫോൾ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ അവിടെ കൺഫർമേഷൻ താഴെ തരാത്ത സ്ഥിതിക്ക് നമുക്കവിടെ ഒരു ഡൗൺ ട്രേഡ് ഇല്ല. നമുക്ക് അവിടുന്ന് ആക്ച്വലി എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പം ഇതിൽ സ്ട്രൈക്ക് പ്രൈസ് നമുക്ക് വ്യൂവിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സിമ്പിൾസിലേക്ക് പോയി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി കോള് പുട്ട് അങ്ങനെ എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ എക്സ്ട്രാ കളേഴ്സ് കാണിക്കുന്നത് സൈഡ് വേസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ട്രെൻഡിലെയും മാർക്കറ്റ് ഇറങ്ങുമ്പോൾ മാർക്കറ്റിൻ്റെ പുൾ ബാക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. കൺഫർമേഷൻ ബാർ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് താഴെ ഗ്രീൻ തന്നെയാണ്, നമുക്ക് തിരിച്ച് കയറാൻ സാധ്യതയുണ്ടെന്ന് അർത്ഥം. ഓക്കെ. അപ്പോൾ ചെറിയ പോയിന്റുകളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 1 മിനിറ്റ് പിടിക്കാം. കൂടുതലും 5 മിനിറ്റ്സ് വെച്ചാൽ മതി. ഫേക്ക് റിവേഴ്സിലൊക്കെ അവോയ്ഡ് ചെയ്യാൻ വളരെ എളുപ്പമുണ്ട്. ഓക്കെ. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻസിൽ മാത്രമല്ല ഇക്വിറ്റീസ്, അതേപോലെ കമ്മോഡിറ്റീസ്, പിന്നെ ഫോറക്സ് മാർക്കറ്റ്, ഈവൻ ക്രിപ്റ്റോ അടങ്ങുന്ന കംപ്ലീറ്റ് മാർക്കറ്റ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ സപ്പോർട്ടാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ 8.1 സ്ട്രാറ്റജിയാണ് ഞാൻ കാണിച്ചത്. ഇപ്പോൾ ഇതിൽ ടോട്ടൽ 8 സ്ട്രാറ്റജികളുണ്ട്. വിൻറ്റയുടെ ഫസ്റ്റ് നമുക്ക് 2009 റിലീസ് ചെയ്ത അതേ ടോട്ടൽ 8 സ്ട്രാറ്റജികൾ നമുക്ക് സ്കാനർ അവൈലബിൾ ആണ്. ഇപ്പോൾ നല്ല സ്റ്റോക്കുകൾക്കൊക്കെ മോർണിംഗിലെ മൂവ്മെൻറ്റുകൾ നമുക്ക് പെട്ടെന്ന് സ്കാനറിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ട്രെൻഡ് മനസ്സിലാക്കാൻ കറക്റ്റ് എളുപ്പമുണ്ട്. അപ്പോൾ ഒരു ട്രേഡ് മിസ്സാകാതെ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ. താങ്ക് യു.